ഹായ്, രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി ദിവസം കൂടി ഞാനൊരു വീഡിയോ ഇടാൻ പോവുകയാണ്. ഞങ്ങൾക്ക് കല്യാണത്തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വീഡിയോകളൊന്നും ഇടാൻ സാധിച്ചില്ല. ഷോർട്ടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. നമുക്കിന്ന് കുറച്ച് കിരിയാൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിവിടെ കിരിയാൻ, അയലക്കൊഴുവ, ചില നാട്ടുകളിലൊക്കെ അയലക്കൊഴുവ, ചിലയിടത്ത് കിരിയാൻ, അങ്ങനെയൊക്കെയാണ് ഇതിന് പേര് വിളിക്കുന്നത്. ഇത് വെട്ടി വൃത്തിയാക്കി തൊലിയൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ഇതിന് വേണ്ട ഐറ്റങ്ങൾ, ഇത് മുളക് പൊടി ചേർത്ത്, കുറച്ച് മല്ലിപ്പൊടി ചേർത്ത്, മുളക് പൊടി, ഫിഷ് മസാല ചേർത്ത് കറി വെക്കാനായിട്ടാണ്. ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് കാര്യമായിട്ട് കറിയൊന്നും വെച്ചില്ല. വൈകിട്ടത്തേക്ക് ഇത് മീൻകറി വെക്കാനുള്ള പ്ലാനിൽ എടുത്തതാണ്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: വലിയൊരു കഷ്ണം ഇഞ്ചി കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി, നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നമുക്ക് ഒരു 3 കുഞ്ഞ് തക്കാളിപ്പഴം, ഒരു 3-4 പച്ചമുളക്, പിന്നെ കടുക് വറക്കാൻ ആവശ്യമായ ഉലുവ, കടുക്, നമ്മുടെ ഉലുവാപ്പൊടി. കിരിയാനായതുകൊണ്ട്, ഈ അയലക്കൊഴുവ ആയതുകൊണ്ട് ഗ്യാസ് വരാണ്ടിരിക്കാൻ ഇച്ചിരി കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിരിയമുളക് പൊടി, ഫിഷ് മസാല, ഇത്ര ഐറ്റമാണ് ഇതിന് ഞാൻ ചേർക്കുന്നത്. ആദ്യം നമുക്ക് ഈ മീനൊന്ന് കഷ്ണിച്ചെടുക്കാം. കഷ്ണിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം നമുക്ക്. ഞാൻ മീൻ നല്ല റെഡിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടെ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. ഈ തക്കാളി ചേർക്കുന്നത് നമ്മൾ മീൻകറിക്കൊരു കൊഴുപ്പും ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ്. ഇത് തക്കാളി നമുക്ക് മിക്സിയിൽ അരച്ചും ജ്യൂസ് പരുവാക്കി അരച്ചും ചേർക്കാവുന്നതാണ്. ഞാൻ അരിഞ്ഞങ്ങിടുക. സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിക്കോട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മീൻകറി ഏത് വെച്ചാലും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഞാനിത് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനൊരു നോൺ സ്റ്റിക്ക് ചീനിച്ചട്ടി എടുത്തതേ ഉള്ളൂ. തിളച്ച് വന്നിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അല്പം കടുകും കൂടി. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, പച്ചമുളക് പൊളന്നത്, ശകലം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കും. അതിലോട്ട്
പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. തീ സിമ്മിലാക്കിയിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ, നല്ല പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഫിഷ് മസാല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. സ്വല്പം കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഗ്യാസ് അയലക്കൊഴുവായതുകൊണ്ട് ഗ്യാസ് വരാണ്ടിരിക്കാനാണ്. ഈ അയല, ചൂര, അങ്ങനെ അയലക്കൊഴുവ് അങ്ങനത്തെ ഉള്ള മീനുകൾക്കൊക്കെ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ്. നമ്മുടെ പൊടികളെല്ലാം നല്ല ഇതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കുടംപുളി ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചതാണ്. ആ വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം കൂടെ ആവശ്യമുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തീ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. സിമ്മിലാക്കിയാൽ ഞാൻ പൊടി ഇട്ടപ്പോൾ തീ സിമ്മിലാക്കിയായിരുന്നു. എന്നിട്ടൊന്ന് കൂട്ടി കൊടുക്കുക തിളയ്ക്കാൻ വേണ്ടി. നമ്മുടെ തക്കാളി അരിഞ്ഞതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്ത് കിടന്ന് വെന്തത് ചേർന്നു. നമ്മുടെ പിരിയമുളക് പൊടി, ഫിഷ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, ഇത്ര ഐറ്റം വഴറ്റി മൂപ്പിച്ച് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിന് നമ്മുടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് തിളച്ചോ. നമ്മുടെ മീൻകറിയുടെ ഗ്രേവി തിളച്ചോന്നൊന്ന് നോക്കാം. നല്ല സൂപ്പറായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ അയലക്കൊഴുവയുടെ കഷ്ണങ്ങൾ, കിരിയാൻ്റെ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ വൈകിട്ടത്തെ കറിയാണ് കേട്ടോ. നമ്മുടെ കഷ്ണങ്ങളെല്ലാം, മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം പെറുക്കി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കും. നമ്മുടെ മീൻകറി നല്ല സൂപ്പറായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കുറുകി പറ്റാറായി വന്നിട്ടുണ്ട്. തീ ഓഫാക്കാറായി. തീ നമുക്ക് ഓഫാക്കി വെക്കാം. സൂപ്പർ അയലക്കൊഴുവ കുടംപുളി ഇട്ട് കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം. ഏത് മീൻ കറിക്കും നമ്മൾ മേമ്പൊടിയായിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ പച്ച കറിവേപ്പില കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ടേസ്റ്റായിരിക്കും. നമ്മുടെ സൂപ്പർ മീൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ മീൻ കറിയുടെ ഡിഷ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.